ത്രിയേക ദൈവത്തിന് സ്തുതി. വന്യറമ്പാച്ചന്മാരെ, മറ്റു വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആത്മീയ പ്രബുദ്ധതയോടുകൂടി ഒരു വലിയ പെരുന്നാൾ ആചരിക്കുവാൻ നമുക്ക് ഭാഗ്യം കിട്ടുകയാണ്. രക്ഷകനായ മിശിഹാ തമ്പുരാൻ്റെ ചേലാകർമ്മ പെരുന്നാൾ, 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വളരെ ഉന്നതരായിട്ടുള്ള 2 പിതാക്കന്മാരുടെ ഓർമ്മ, പുതുവർഷം, എല്ലാം കൂടെ ആചരിക്കുവാനുള്ളൊരു ഭാഗ്യമാണ് സഭയ്ക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പെരുന്നാൾ ഈ ദിവസം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ആഘോഷിക്കുക. വന്യറമ്പാച്ചന്മാരും ആരാധനയിലെ വിവിധ ഭാഗങ്ങൾ ചൊല്ലി ഒരുമിച്ച് ആരാധിക്കാമെന്ന് ആഗ്രഹിച്ചെങ്കിലും പ്രായോഗികമായി അത് അസൗകര്യങ്ങൾ ഉണ്ടാകും എന്ന് വലിയറമ്പാച്ചൻ പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിക്കുകയാണ്. എന്നാൽ ഇത്ര സമ്പന്നമായ ഒരു ആരാധനാ സംവിധാനം ക്രമീകരിച്ചതിൽ കൃത്യമായ സന്തോഷമുണ്ട്. പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആത്മീയ നിറവിൽ ആനന്ദിക്കുവാനും ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുവാനും ദൈവസന്നിധിയിൽ അർത്ഥപൂർണമായി നമ്മെ തന്നെ വേർതിരിപ്പാനും ഉന്നതരായിട്ടുള്ള 2 പിതാക്കന്മാരെ കണ്ടുകൊണ്ട് അവിടെ മാർഗം ചരിക്കുവാനും അവരെങ്ങനെ ആരാധിച്ചുവോ, എങ്ങനെ ജീവിച്ചുവോ, എങ്ങനെ സേവിച്ചുവോ, ഇതൊക്കെ അയവിറക്കി അത് സ്വന്തമാക്കാനായിട്ട് ഭാഗ്യം കിട്ടുന്ന അവസരമായിട്ട് ഈ പെരുന്നാളെ കാണുകയാണ്. നമ്മൾ ആരെയെല്ലാം കാണുന്നു? എല്ലാ ദിവസവും മാധ്യമങ്ങൾ കൂടി വളരെ ഉന്നതരായിട്ടുള്ള പല മേഖലകളിൽ പ്രഗത്ഭരായിട്ടുള്ള പലരെയൊക്കെ കാണാറുണ്ട്. നമ്മൾ 10-16 നൂറ്റാണ്ട് പുറകോട്ട് പോയിട്ട് അന്ന് ജീവിച്ചിരുന്ന 2 പേരെക്കുറിച്ച് പരാമർശിക്കേണ്ട വലിയ അത്യാവശ്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങളും ഞാനും അങ്ങനെ ഒരു അനുഭവത്തിൽ ആവേശം കൊള്ളുന്നത്? ഇത് താല്പര്യപൂർവ്വം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നാം എല്ലാവരും പുതുവർഷം 2016 അനുഗ്രഹകരമായിരിക്കണം, സമാധാനപരമായിരിക്കണം, ദൈവകൃപ ധാരാളമായിട്ടുണ്ടാകണം. കഴിഞ്ഞ പ്രാവശ്യം വന്ന വീഴ്ചകളും പോരായ്മകളുമൊക്കെ മാറിയിട്ട് കുറെ കൂടെ അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരിക്കണം എന്ന് ചെറുതായെങ്കിലും സ്വപ്നം കാണുകയും താല്പര്യപൂർവ്വം അത് പ്രാർത്ഥനാ വിഷയമാക്കുകയും ആരുമായിട്ടെങ്കിലും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഉറ്റവരുമായിട്ട് പിണങ്ങിയ പല അവസരങ്ങൾ കാണും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ താല്പര്യമില്ലാതെ വഴുതിപ്പോയ മുഹൂർത്തങ്ങൾ കാണും. വളരെ വിലപ്പെട്ട അവസരങ്ങളും അനുഗ്രഹങ്ങളും ലഭിച്ചപ്പോൾ അതിനെ തള്ളി നീക്കിയിട്ട് തിന്മയായിട്ടുള്ളതിനെ പുൽകുവാൻ കാക്ഷിച്ച അവസരങ്ങൾ കാണും. നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോയിട്ടോ അല്ലെങ്കിൽ നാം സ്വപ്നം കണ്ടത് പലതും നമ്മിൽ നിന്ന് കൈവിട്ടു പോയിട്ടോ തളരുന്ന മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെയുള്ള രംഗത്തൊക്കെ ഏത് സംസ്കാരമാണ് വെച്ചു പുലർത്തേണ്ടത്, ഏത് ഭാഷയാണ് ഏറ്റുവാങ്ങേണ്ടത്, ഏത് രീതിയിലാണ് വർദ്ധിക്കാനാണ് സാധിക്കുന്നത്, ഇതെല്ലാം ഒന്ന് ചിന്തിക്കാനായിട്ട് അവസരം തരുന്നതാണ് ഈ പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ. അന്നത്തെ പശ്ചാത്തലം നമ്മൾ ഓർക്കുന്നത് വളരെ സഹായകരമായിരിക്കും. പ്രത്യേകിച്ചും സഭയായിട്ട് ഇന്ന് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോഴും എങ്ങോട്ടായിരിക്കണം എന്ന് പ്രാർത്ഥനാ വിഷയമാക്കുമ്പോഴും. ആദ്യത്തെ 2-3 നൂറ്റാണ്ടുകൾ വീടുകളുടെ സമയമായിരുന്നു. സഭയിൽ ധാരാളം വെല്ലുവിളികളുണ്ടായിരുന്നു. തലപൊക്കുമ്പോൾ തലക്കിട്ടടിക്കുന്ന ഉന്നതരായിട്ടുള്ള ആളുകളെ സമൂഹത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിസ്ത്യാനിയാകുന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. പലരും പിടഞ്ഞ് വീണ് മരിച്ചിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ. എന്നാൽ അന്ന് അവശേഷിക്കുന്നവരൊക്കെ മൂല്യങ്ങളുള്ളവരായിരുന്നു. ക്രിസ്തീയ ഭാഷ അറിയാവുന്നവരായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അവകാശികളും ഓഹരിക്കാരും അതിൻ്റെ പര്യായക്കാരും. കുസ്തന്തീനോസ് രാജാവ് ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ അനേക ആയിരങ്ങളാണ് ക്രിസ്ത്യാനികളാകുന്നത്. മഹാരാജാവിൻ്റെ ചക്രവർത്തിയുടെ മതത്തിൽ ചേരുന്നത് അഭിമാനമായിട്ട് തോന്നിയവരുണ്ട്. ഭൗതികമായിട്ട് പോലും അനുഗ്രഹമായിട്ട് തോന്നിയവരുണ്ട്. ധാരാളം വിഷയങ്ങൾ. അവനെ
കടപുഴകി ഒഴുകുന്നത് പോലെ ധാരാളം പേര് ക്രിസ്ത്യാനികളായി. ഒരു വശത്ത് നമുക്ക് സന്തോഷിക്കാൻ തോന്നും. പക്ഷെ സൂക്ഷ്മദൃക്കുകളായിരുന്ന മാർ ബസേലിയോസ് ഗ്രിഗോറിയോസൊക്കെ അവരിതെല്ലാം തൂക്കി നോക്കാൻ തുടങ്ങി. തൂക്കി നോക്കുമ്പം കൂടുതലും പതിര, ഫലമൊന്നും. വലിയ കൂന കാണാം, പക്ഷെ തീ കത്തിക്കാനല്ല പ്രയോജനം. ക്രിസ്ത്യാനികളുടെ മൂല്യം കുറഞ്ഞു. പുറജാതികളുടെ സംസ്കാരവും അവരുടെ പെരുന്നാളുകളും ആഘോഷങ്ങളും വളരെ വിചിത്രമായിട്ടുള്ള പലതും ഒക്കെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് രൂപാന്തരപ്പെടുന്നു. മാർ ബസേലിയോസും മാർ ഗ്രിഗോറിയോസും വളരെ കുലീനമായ കുടുംബത്തിലുള്ള ഭയങ്കര സമ്പത്തുള്ളവരായിരുന്നു. വലിയ ആഠ്യത്വത്തോടുകൂടി ദാസന്മാർക്കും അവർക്ക് ദാസന്മാരും ഉള്ള സൗകര്യമുള്ള കുടുംബത്തിൽ പറയുന്നവർ. അവരുടെ മാതാപിതാക്കള് അടുക്കും ചുറ്റുമുള്ളൊരു ജീവിതത്തിന് രൂപം കൊടുത്തവർ. അവർക്കൊരു സഹോദരി ഉണ്ടായിരുന്നവരുടെ പേര് മക്രീനാണ്. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി വളരെ ലോകപ്രസിദ്ധമാണ്. അവിടെ ഒരു ചാപ്പലുണ്ട്, വളരെ പ്രസിദ്ധമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാപ്പൽ. ആ ചാപ്പലിന് പേരിട്ടിരിക്കുന്നത് സെയിന്റ് മക്രീനാണ് പേര്. ഒരു കുടുംബത്തിൽ നിന്ന് 3 പേര് വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. അതിൽ 2 പേരെയാണ് നിങ്ങളുടെ കാവൽ പിതാക്കന്മാരായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ ജീവിതത്തിന് വലിയ മൂല്യങ്ങളുണ്ട്. പട്ടണത്തിൽ വളരെ പ്രസിദ്ധനായ മേൽപ്പടക്കാരനായിട്ടിരിക്കുമ്പോൾ, മെത്രാപ്പൊലീത്തയായിട്ട് വിരാജിക്കുമ്പോൾ സഭയുടെ നൊമ്പരങ്ങൾ, സഭയുടെ വിള്ളലുകൾ കണ്ടിട്ട് കണ്ണീരൊഴുക്കാൻ തുടങ്ങി. അവിടെ അവസാനിക്കുകയല്ല, തൻ്റെ ഈ സ്ഥാനവും മാനവും ഉന്നതമായിട്ടുള്ള പലതും വിട്ടിട്ട് ആരുപോലും ഇല്ലാത്ത വനാന്തര വിദൂരത്തേക്ക് പോയിട്ട് അവിടെ ആ കണ്ണീരൊഴുക്കിയുള്ള പ്രാർത്ഥന തുടരുകയാണ്. ലോകത്തെ ത്യജിച്ചിട്ട് ദൈവത്തെ പ്രാപിപ്പാൻ താല്പര്യപ്പെടുന്ന ഒരു സന്യാസ സമൂഹത്തെ ബിൽഡപ്പ് ചെയ്യുക. അതിനു മുമ്പ് സന്യാസിമാരുണ്ടായിരുന്നു. നാം ബസേലിയോസിന്റെ കാലഘട്ടത്തിൽ ഇപ്പോൾ 14 റമ്പാച്ചന്മാരാണ് ഈ ദിവ്യബലിയിൽ സഹകാർമ്മികരായിട്ട് വരുന്നത്. അതുപോലെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പതിവ് വളരെ കുറവായിരുന്നു. ബലിവനായ ബസേലിയോസ് അതിന് രൂപം കൊടുത്തിട്ട് ധാരാളം സന്യാസിമാർ ഒരുമിച്ച് ജീവിക്കുകയും വളരെ ക്രിയാത്മകമായി വളരെ ഫോക്കസ്ഡ് ആയിട്ട് സന്യാസ സമൂഹത്തിന് ശക്തി പകരുകയും ചെയ്ത ഒരു പിതാവ്. ആരാധനയിൽ അദ്ദേഹത്തെ കണ്ടാൽ കോടീശ്വരനായിട്ട് തോന്നും. കാരണം വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ് അദ്ദേഹം ധരിച്ചത്. കാപ്പയും വേഷഭൂഷാദികളൊക്കെ കണ്ടാൽ ഭയങ്കര ദർബാറടിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. അതിനേക്കാൾ ശോഭയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖത്തിന്. വെട്ടിത്തിളങ്ങുന്ന ശോഭയോടുകൂടി ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്ന ആ പിതാവിനെ കണ്ട് അതിശയിച്ചിട്ടുണ്ട്. അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ വെമ്പിയിട്ടുണ്ട്. കൃപകളും അനുഗ്രഹവും പ്രാപിച്ച് അനുഗ്രഹമായിട്ട് മടങ്ങിപ്പോയ ധാരാളം പേരെ അന്നത്തെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പക്ഷെ ദിവ്യബലിയൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ വേഷം ചാക്കുശീലയാണ്. വളരെ വിനയാനിതനായി, വളരെ സിമ്പിളായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ. ആ പിതാവിനെയാണ് വലിയവനായ ബസേലിയോസ് എന്ന് പറയുന്നത്. ഈ സഭയുടെ പരമാധ്യക്ഷന്മാരായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന കാതോലിക്കന്മാർക്ക് മാർത്തോമ്മ എന്നുള്ള സ്ഥാനം കൂടാതെ ഔദ്യോഗികമായിട്ട് ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത് മാർ ബസേലിയോസ്, ഈ 4-ാം നൂറ്റാണ്ടിലെ നിങ്ങളുടെ കാവൽ പിതാക്കന്മാരിൽ ഒരാളുടെ പേരാണ്. അതിന്റെ പശ്ചാത്തലം ഇതാണ്. വേദശാസ്ത്രത്തിൽ വളരെ വൈപുണ്യം പ്രാപിച്ചവരായിരുന്നു 2 പിതാക്കന്മാർ. കപ്പദോക്യൻ പിതാക്കന്മാരെന്ന് പറയുന്നത് ഇവർ 2 പേരും നാസിയാൻസ് എന്ന് പറയുന്ന സ്ഥലത്തെ മറ്റൊരു ഗ്രിഗോറിയോസും കൂടിയാണ്. പ്രപഞ്ചത്തെ കുലുക്കുന്ന വെല്ലുവിളികളെ നേരിടുന്ന, വേദവിവരത്തെ തച്ചുടയ്ക്കുന്ന വളരെ മലന്മാരായിട്ടുള്ള
അതുപോലെ തന്നെ ദാരിദ്ര്യം സ്വന്തം ജീവിതത്തിൻ്റെ തപസ്യയായിട്ട് ഏറ്റെടുത്ത് അതേസമയത്ത് ദൈവത്തിൻ്റെ സമ്പത്ത്, ദൈവകൃപയുടെ സമൃദ്ധി ജീവിതം കൊണ്ട് നേടിയെടുക്കുകയും അത് പ്രപഞ്ചത്തിന് കൈമാറുകയും സഭയെ അതുകൊണ്ട് ശക്തീകരിക്കുകയും ബിൽഡപ്പ് ചെയ്യുകയും ചെയ്ത ഉന്നതരായിട്ടുള്ള പിതാക്കന്മാരെ. അങ്ങനെയുള്ള പിതാക്കന്മാരുടെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിച്ച് അവിടെ പെരുന്നാൾ ആണ്ടുപിറപ്പ് നാളിൽ ആചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ചിത്രം, പരിശുദ്ധ ബാവാതിരുമേനെ കൂടെ വന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ ബാവ മാടി വിളിക്കും, അവനിവിടെ വന്നേക്കാൻ പറയും, നടക്കുവാണ്. പരിശുദ്ധ ബാവാതിരുമേൻ്റെ അടുത്തും അതുപോലെ ഉന്നതരായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. അവിടെ ഇടയ്ക്കാണ് ഈ കൊച്ചിനെ നടത്തുന്നത്. ഈ ഇടവയ്ക്കൊരു വലിയ ഭാഗ്യം കിട്ടിയിരിക്കുക. രണ്ട് മലന്മാരായിട്ടുള്ള പിതാക്കന്മാരുടെ ഇടയ്ക്ക് നിൽക്കാനുള്ള ഒരു ഭാഗ്യമാണ് ഈ ഇടവയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇടയ്ക്ക് നിൽക്കുന്നത് ഭാഗ്യമാണ്, അനുഗ്രഹമാണ്, അനുഭവം നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇപ്പം ഭാരതത്തിൽ നമ്മുടെ ഒരു സഹോദരി സഭയായിട്ടുള്ള എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ധാരാളം ചെറുപ്പക്കാർ പഠിക്കുന്നുണ്ട്. വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനം അതേക്ക് പഠിക്കുന്നവർ, ഡോക്ടറേറ്റ് ചെയ്യുന്നവരുണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ, അത് പല വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു 10-72 പേര് ഈ 4-5 ദിവസമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. ഏതാനും പേര് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് കോൺഫറൻസിന് നടത്താൻ പറ്റി. ഇപ്രാവശ്യത്തെ അവരുടെ അവധി ഒക്കെ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് വൈകിയ ഭൂരിപക്ഷം പേരും വന്നു. അവരുടെ ദൈവാശ്രയമാണ്. നമ്മുടെ ക്രിസ്മസും കോൺഫറൻസിൻ്റെ പരിപാടിയൊക്കെ വന്നപ്പം ആദ്യത്തെ 2-3 ദിവസം കുട്ടികൾക്കും ഭക്ഷണം വെജിറ്റേറിയൻ ആയിരുന്നു, നമ്മുടെ പിള്ളേർക്ക്. കാരണം ക്രിസ്മസ് കാലയളവായിരുന്നു. ക്രിസ്മസ് പോലെ 2 ദിവസത്തേക്ക് നോൺ വെജ് ആയി. ഈ എത്യോപ്യൻസ് ഇവിടെ വന്നിട്ട് ഇപ്പോഴും ഒരു തുള്ളി പാൽ പോലും കഴിക്കാതെ അവർ ഉപവാസത്തിലും പ്രാർത്ഥനയില്ല. മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യം, ദൈവവചനത്തിൻ്റെ സമൃദ്ധി, പൗരസ്ത്യ പാരമ്പര്യത്തിൻ്റെ ശ്രേഷ്ഠത ഒക്കെ അറിയാൻ സാധിക്കുന്ന ജനം ഇന്നും ഈ മണ്ണിൽ. മലങ്കര സഭയിൽ നമുക്ക് അതിന് വിവേകം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കാണ് ഈ മല്ലന്മാരായ പിതാക്കന്മാരുടെ പെരുന്നാൾ നമ്മൾ ആചരിക്കുന്നത്. നമുക്ക് നമ്മുടെ കുറേ ഒരു ലിസ്റ്റുമായിട്ട് തമ്പുരാനെടുത്ത് വന്നിട്ട് ഇതെല്ലാം ഒന്ന് പാസ്സാക്കി തരണം. അതിൻ്റെ നിറവിൽ നിന്ന് ഒരു പിതാവ് ആ പട്ടണത്തിൽ നിന്ന് ഓടിമാഞ്ഞ് വളരെ വിദൂരതയിൽ പോയി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലതും നേടിയെടുക്കാനായിട്ട് തിരിഞ്ഞ് തപ്പുകയാണ്. അത് ദൈവജനത്തിന് വിളമ്പാനായിട്ട് അത്യധ്വാനം ചെയ്യുക. മലങ്കര സഭയുടെ ചരിത്രത്തിലും മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ഫലങ്ങൾ പുറപ്പെടുകയുള്ളൂ. മാർത്തോമായുടെ പൈതൃകം നമ്മൾ ഏറ്റുവാങ്ങും. ഈ ഭാരതത്തിൽ മാർത്തോമാ പൈതൃകം പറയുന്ന പല സഭകളുണ്ട്. പക്ഷെ മാർത്തോമാ ശ്രീയുടെ സിംഹാസനം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ മലങ്കര സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. മാർത്തോമാ ശ്രീഹ ചെയ്ത വലിയ ശുശ്രൂഷ നമ്മൾ ഈ നോമ്പിൻ്റെ ഇടയ്ക്ക് ഡിസംബർ 18 മുതൽ 21 വരെ മാർത്തോമാ ശ്രീഹയുടെ ദുഃഖ്രോധന പെരുന്നാൾ ആചരിക്കുകയാണ്. ഉയർപ്പ് കഴിഞ്ഞപ്പം മാർത്തോമാ ശ്രീഹായ്ക്ക് ധൈര്യമില്ലായിരുന്നു. സഹോദരങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാൻ പറ്റിയില്ല. പിറ്റേ ആഴ്ച യേശുരാൻ മാടി വിളിച്ചു, തോമാ ഇങ്ങ് വാ, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കട്ടെ, ഇവിടെ തൊട, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് പ്രപഞ്ചത്തെ കുലുക്കിക്കൊണ്ട് വിശ്വാസം ഏറ്റു പറഞ്ഞു. ഭാരതത്തിലേക്ക് വരാൻ മടിയായിരുന്നാണ് കേൾക്കുന്നത്. പക്ഷെ വന്നേ മതിയാവൂ എന്ന ഗുരു ഒരു തന്ത്രം മെനഞ്ഞ് അവനെ ഇവിടേക്കാക്കി. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയില്ല, തൻ്റെ ദൗത്യം നിർവഹിക്കാൻ. അതിന് പൂർത്തീകരണം ചൈന വരെ പോയിട്ട് തിരിച്ചു വന്ന് ചെന്നൈയിൽ വെച്ച് കൊല്ലപ്പെടുകയാണ്.
3 ദിവസം രക്തം ധാരധാരയായി ഒഴുകി തൻ്റെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ കൂപ്പകൈകളോടുകൂടി തന്നെ വിളിക്കുന്ന ആ മുഹൂർത്തത്തിനായിട്ട് സ്തോത്രം പാടിക്കൊണ്ട് തനിക്കിങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട് ഭാഗ്യം കിട്ടിയതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആർഷഭാരതത്തിലെ അരുമസന്താനങ്ങളെ ദൈവകാര്യങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് തൻ്റെ അന്ത്യശ്വാസം വിടുന്ന മാർത്തോമാ ശ്ലീഹായുടെ സന്തതികളാണ്. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏത് വിഷയമാണ് 2016 എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നമ്മൾ താല്പര്യപ്പെടും. മാ ബസീലിയോസും മാ ഗ്രിഗോറിയോസും ജീവിതത്തിൽ കൂടി കാട്ടിയ ഉന്നതമായിട്ടുള്ള അംശങ്ങളുടെ ഏത് ഘടകം അത് ചെയ്യാൻ ഞാൻ വിളിക്കപ്പെട്ടവളാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ ഈ പെരുന്നാൾ പങ്കെടുക്കാൻ നമുക്കങ്ങനെ സാധിക്കണം. പ്രിയമുള്ളവരെ, ഈ പിതാക്കന്മാരുമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ വളരെ വളരെ ദൂരത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം പരക്കുമ്പോൾ നമ്മൾ ദുർഗന്ധവാഹികളാണ്. പക്ഷെ ദൈവത്തിന് തൻ്റെ സ്പർശനത്താൽ നമ്മളെയും അവരെ പോലെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ രൂപാന്തരപ്പെടുമ്പോഴാണ് സഭയ്ക്ക് സ്വത്ത് കൂടുന്നത്, ആഴമുള്ള അംശങ്ങളുണ്ടാകുന്നത്, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അവിടെയാണ് പക്ഷികൾ ചേക്കേറുന്നത്, ഈ ഫലങ്ങൾ അനുഭവിച്ച് ആനന്ദിക്കുന്നത്, ഫലത്തിൻ്റെ ഉടമയാരെന്ന് അറിയുന്നത്, അവനെ നോക്കി അട്ടഹസിച്ച് സ്തോത്രം പാടുന്നത്. ഈ ഭാരതത്തിൽ ഏറ്റവും ആഠ്യത്വത്തോടുകൂടി ഏറ്റവും ഉത്തരവാദിത്തോടുകൂടി നീങ്ങേണ്ട ഒരു സഭ ദരിദ്രരായി പോകുന്നെങ്കിൽ കഷ്ടമാണ്. ഈ 2016 അവലോകനം ചെയ്തുകൊണ്ട് ഇന്നലെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ഞാനത് വായിച്ചില്ല. ഞാൻ തലക്കെട്ട് നോക്കിയപ്പോൾ 2016 സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു വർഷമായിരിക്കും, ഒരു വളർച്ച ഉണ്ടാകാത്ത ഒരു വർഷമായിരിക്കുമെന്ന് അതിൻ്റെ വിദഗ്ധർ അവലോകനം ചെയ്തിരിക്കുന്നത്. 2016 ആർഷഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ലോകരക്ഷകനായ യേശുവിനെ അറിയാനായിട്ടുള്ളൊരു ഭാഗ്യത്തിലേക്ക് ആരെ നയിക്കും, ആരെ കൊണ്ടുവരും? നമ്മുടെ ഭവനങ്ങളിൽ വൈകൃതങ്ങൾ കടന്നു വരുമ്പോൾ, ബന്ധങ്ങളിൽ ഉലച്ചിൽ വരുമ്പോൾ, ഈ 2016 ഒരു സംസ്കാരത്തിൽ പുതിയ കാൽവയ്പ്പുകൾക്ക് എന്തൊരു സാധ്യതയാണ്? വികൃതമായി കൈകാര്യം ചെയ്തിരുന്ന മുഹൂർത്തങ്ങളെ മാറ്റി ദൈവപ്രഭയിൽ ആനന്ദിക്കുവാൻ ഇതുപോലുള്ള ദേവാലയത്തിൽ വെച്ച് 2 കൈയും പിടിച്ച് പ്രതീക്ഷയോടുകൂടി കടന്നു വന്നതിൽ കഴിഞ്ഞിട്ട് എന്തുമാത്രം നൊമ്പരങ്ങളും വേദനകളും വൈകൃതവും നമ്മുടെ രൂപത്തിനൊക്കെ എന്ത് വികൃതിയാണ് വന്നുകയറിഞ്ഞിരിക്കുന്നത്. സ്വന്തം ജീവിത പങ്കാളിയെ കുറിച്ച് ഓർക്കുമ്പോൾ എത്രയോ ഭീകരമായ ചിത്രങ്ങളാണ് നമ്മുടെ മനസ്സ് വരുന്നത്. അതിന് പകരം കുളിർമയുള്ള, സന്തോഷമുള്ള ദൈവത്തിന്റെ സ്തോത്രം പാടാൻ, മുഖാമുഖം നോക്കി നന്ദി പറയാൻ, ഒരുമിച്ച് കൈപിടിച്ച് തമ്പുരാന്റെ അടുത്തേക്ക് വരുവാൻ, ഒരുമിച്ച് കൂപ്പുകൈകളോടുകൂടി ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ, നൊമ്പരങ്ങളും വേദനകളും വരുമ്പോഴും തമ്പുരാന്റെ സാന്നിധ്യത്തിൽ കുമ്പിടുവാൻ സാധിക്കുമോ? എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതിനു മുമ്പ് വലിയ ദുഃഖം ഉണ്ടായിരുന്നു. എനിക്കറിയാവുന്ന 2 ചെറുപ്പക്കാർ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്തു. 17 വയസ്സുകാരനും 27 വയസ്സുകാരൻ. വ്യക്തിപരമായിട്ട് എനിക്കറിയാമായിരുന്നു. ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്നായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ടായിരുന്നു. അവിടെ ഫോൺ വിളിക്കുമ്പം ക്രിസ്തുവിനെ സ്തോത്രം ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം ഒഴുകി വരുന്നത്. അത്രമാത്രം ഭക്തിയുള്ളവരായിരുന്നു. പിന്നെ നിർഭാഗ്യവശാൽ ഏതോ ഒരു ബലഹീന നിമിഷത്തിൽ ആ കുഞ്ഞ് ഈ ലോകം വിടാൻ തീരുമാനിച്ചു. പക്ഷെ ഞാനൊരു മെസ്സേജ് അയച്ചപ്പോൾ തിരിച്ച് ഭാഗ്യവശാൽ എനിക്കൊരു മെസ്സേജ് കിട്ടി. തിരുമേനി 27 വയസ്സ് അവനെ നോക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അവൻ തമ്പുരാന്റെ അടുത്തേക്ക് പോയതായിട്ട് എനിക്ക് അറിയാൻ സാധിക്കുന്നു.
ദൈവം യേശു മാത്രമാണ് എനിക്കുള്ളത്. ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ്. തളർച്ചയും നിരാശയും പരാജയബോധവും എല്ലാം കൂടെ വന്ന് തകർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് പ്രത്യാശയുടെ തലത്തിലേക്ക് വന്ന ക്രിസ്ത്യൻ മൂല്യങ്ങളോടുകൂടി ജീവിക്കുവാൻ സാധിക്കുന്നത് ഈ 2016 ഭാഗ്യമായിരിക്കണം. സഭയിൽ മുഴുവനും ധാരാളം ആളുകൾ കടന്നു വരുന്നെങ്കിലും അവർക്ക് മൂല്യങ്ങളില്ല എന്നുള്ള ഒരു ഭീകരാവസ്ഥ കണ്ടുപിടിക്കുന്നത് തന്നെ ദൈവാശ്രയമുള്ളവർക്കേ സാധിക്കും. അത് കണ്ടുപിടിച്ച് കഴിയുമ്പം ഭയങ്കരമായിട്ടുള്ള വേദനയും തളർച്ചയും ഉണ്ടാവാം. എന്നാൽ പുതിയ ഒരു സംവിധാനം കൊണ്ട് സന്യാസ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത് അനേകം പേരെ അവിടേക്ക് ആകർഷിച്ച് ഈ മണലാരണ്യത്തിലൊക്കെ ചെന്നാൽ ആയിരക്കണക്കിന് ആളുകളാണ് സന്യാസ പ്രസ്ഥാനത്തിന് അത് അവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ ഓടിയെത്തുന്നു. ഈജിപ്തിലൊക്കെ അവിടെ ആശ്രമങ്ങളിൽ ചെന്നാൽ മൈലുകൾ മണലാരണ്യത്തിൽ കൂടി നടക്കണം. ഇപ്പം ചിലയിടത്തൊക്കെ ടാർ റോഡൊക്കെ അവിടെ ഓരോ ആശ്രമത്തിലും ആയിരക്കണക്കിന് ആളുകളാണ് ദിവസവും പോകുന്നത്. വണ്ടികൾ ഇടാൻ തന്നെ ഒരു വലിയ മൈതാനം പോലുള്ള സ്ഥലമുണ്ട്. അവരുടെ നമ്മൾ പരിമല ചെയ്യുന്ന പോലെ തന്നെ അവിടെ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട മാമോദിസ, വിവാഹം, പ്രധാനപ്പെട്ട ഒക്കേഷൻസ് ഒക്കെ ഇതുപോലുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള ആശ്രമങ്ങൾ അവിടെ ചെലവഴിക്കുകയാണ്. സന്യാസിമാർ ഇതുപോലത്തെ കറുതപ്പായിട്ടുകൊണ്ട് ട്രക്ക് ഓടിക്കുന്നത്, അവിടുത്തെ കൃഷി വലയങ്ങളിൽ പ്രവർത്തിക്കുന്നത്. അതിൽ ഏതാനും പേര് നമ്മളെപ്പോലുള്ള ആളുകൾ അവിടെ പിൽഗ്രിംസായിട്ട് ചെന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്, ഉപദേശം നൽകാൻ, അനുഗ്രഹം പ്രാപിക്കാൻ, ഉദാശകൾ നടത്താൻ. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ മൂല്യങ്ങൾ ഈ 2 പിതാക്കന്മാരെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തട്ടുമോ എന്നുള്ളതാണ് ചോദ്യം. ഒന്ന്, രംഗത്തെ കാര്യമായിട്ട് സൂക്ഷിക്കാനൊക്കെ. ഞാൻ ഒരു പ്രാവശ്യം ഈജിപ്തിൽ ചെന്നപ്പോൾ വളരെ ദൂരെ ഒരു സന്യാസി ഇരിക്കുന്നതാണ്. എന്നെ കൊണ്ട് നടന്ന സന്യാസിയോട് ഞാൻ ചോദിച്ചു, അദ്ദേഹം എന്നെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് ഹെർമിറ്റാണ്. ഹെർമിറ്റ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഒരു ഗുഹയിലോ ഒതുക്കിപ്പോയി തന്നെത്താൻ ദിവസങ്ങളെ ചെലവഴിക്കുന്ന ഹെർമിറ്റ്സ് എന്ന് പറയുന്നത്, ഒറ്റയാനായിട്ട് ഏകാന്തവാസം. ഇപ്പം എനിക്കൊരാഗ്രഹം തോന്നി അദ്ദേഹത്തിൽ നിന്ന് കണ്ടാക്കുക. ഞാൻ ചുരുക്കി പറയട്ടെ, സാധാരണ അവരങ്ങനെ അനുവദിക്കുകയില്ല. ഞാൻ ഇന്ത്യയിൽ നിന്ന് പോയ ഒരു അച്ഛനാണെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഭാഗ്യവശാൽ എനിക്കൊരു കസേര ഇട്ടു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അങ്ങനെ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ കൈറോയിൽ ഒരു ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കാറ്. കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ സന്യാസിയായിട്ട് ഈ ആശ്രമത്തിലെ മെമ്പറാണ്. ഞാനത് കഴിഞ്ഞിട്ട് കൈറോയ്ക്ക് പോയിട്ടില്ല. കുറേ നാളുകളായിട്ട് ഞാൻ ഹെർമിറ്റാണ്. പക്ഷെ ഒന്നുകിൽ ആശ്രമത്തിൻ്റെ ആബട്ട് പറയും, അല്ലെങ്കിൽ എനിക്ക് മടങ്ങി വന്ന സമൂഹത്തിൽ ഏതാനും ദിവസം ചെലവഴിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയൊക്കെ ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ തിരിച്ചു വരും. ഇങ്ങനെ വരുമ്പോൾ കുറച്ച് സമയം ഞാനിങ്ങനെ ഇരിക്കും. അപ്പോൾ ദൂരെ കൂടെ ഭക്തജനങ്ങളിങ്ങനെ പോകുന്നതാണ്. ഒരു ആശ്രമത്തിന് 1000 ഏക്കറൊക്കെ സ്ഥലമുണ്ട്. പല പള്ളികൾ കാണും. വളരെ പ്രസിദ്ധമായിട്ടുള്ള തിരുശേഷിപ്പൊക്കെ ഉള്ള പല സ്ഥലങ്ങളാണ്. വിശുദ്ധന്മാരെ അടക്കിയിരിക്കുന്ന സന്യാസികളെയും അതുപോലെ തന്നെ സഹദേവന്മാരെയൊക്കെ അടക്കിയിരിക്കുന്ന ധാരാളം ആശ്രമങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ദൂരെ കൂടെ പോകുമ്പം ഞാൻ 17 വർഷം മുമ്പ് കണ്ട ആളുകളുടെ വേഷങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, സംസാര രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കുറേ നേരം വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഗുഹയിലേക്ക് പോകുമ്പോൾ ഇതെൻ്റെ പ്രാർത്ഥനാ വിഷയമാണ്. അഹങ്കാരത്തോടെ പറഞ്ഞല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യം ഓർപ്പിക്കുക. പത്ത് പേര് കാണുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ട്. അറയിൽ കയറി പ്രാർത്ഥിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഭാവങ്ങൾ നമ്മളിൽ നിന്ന് ചോർന്നു പോവുകയാണ്. മഹാദാരിദ്ര്യമാണ് നാം അനുഭവിക്കുന്നത്. 2016 സാമ്പത്തിക പരാജയങ്ങൾ ഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന ഒരു കാലമാണ്. നമ്മൾ ആത്മീയമായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം
ഏറ്റുവാങ്ങുകയും എന്നാൽ അതിന് പരിഹാരം കണ്ടെത്തുവാൻ ഈ വലിയവനായ മാർ ബസേലിയോസിനെ പോലെ പുതിയ മാനങ്ങൾ കണ്ടെത്തുവാൻ, അനുതാപത്തിൻ്റെ ഭാഷ ഏറ്റുവാങ്ങുവാൻ ദൈവജനം ഒരുമിച്ച് അതിനായിട്ട് നീങ്ങുവാൻ ഞങ്ങൾ വൈദികരും നിങ്ങൾ വിശ്വാസികളും നമ്മൾ ഒരുമിച്ച് ഒരു വള്ളത്തിൽ യാത്ര ചെയ്യേണ്ടതാണ്. ദൈവകൃപ ധാരാളമായിട്ട് അനുഭവിക്കാൻ പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾക്ക് അനുസരിച്ച് നീങ്ങണം. ഇന്നത്തെ വേദവായന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കണം. ഞാൻ വളരെ ദീർഘമായി പറഞ്ഞു പോകുന്നു. യേശുമ്പരാൻ പറയുന്നത്, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്. കൊമ്പുകളും മുന്തിരിവള്ളിയോട് ചേർന്ന് നിന്നാൽ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഈ വർഷത്തെ നമ്മുടെ സമർപ്പണം, നമ്മുടെ പ്രാർത്ഥന, തമ്പുരാനെ നിന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള ഭാഗ്യം. ആ ഒരൊറ്റ പ്രാർത്ഥന മതി ഫലം പുറപ്പെടുവിക്കുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അവിടെ പറയുന്നതല്ല, എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അത് കിട്ടും. എന്താ കാരണം? ചോദിക്കാവുന്നതേ ചോദിക്കുകയുള്ളൂ. അതാ ആ തണ്ടിൻ്റെ സംസ്കാരം, ആ ശാഖയ്ക്കുള്ള കൽപ്പ്. ഈ ഭാഗ്യത്തിലേക്ക് ദൈവം നിങ്ങളെ വഴി നയിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഈ പെരുന്നാൾ മുഖാന്തരം ഈ ഇടവകയ്ക്ക് മാത്രമല്ല, ഈ പെരുന്നാൾ പങ്കെടുക്കുന്നവർക്ക് മാത്രമല്ല, മലങ്കര സഭയ്ക്ക് മാത്രമല്ല, ദൈവത്തിൻ്റെ രൂപത്തിൽ സാധിച്ചതിന് സൃഷ്ടിക്കപ്പെട്ടവരാണ് നാനാജാതി മാസത്തിൽ. അവരെ കല്ലടാവിൽ കടന്നു വന്ന രക്ഷകൻ അവിടെയും രക്ഷകനാണെന്ന് അനുഭവിക്കുന്ന ഒരു നാൾ വന്നാൽ എന്തൊരു ലഹരിയായിരിക്കും. നമ്മൾ അറച്ചു നിൽക്കുക, ഇതൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ആരെങ്കിലും തലക്കിട്ട് പൊട്ടുമോ എന്നുള്ള ഭയമാണ്. സഭയുടെ അടിസ്ഥാനപരമായിട്ട് ദൗത്യമാണ്. തോമസിനെ ഇവിടെ വന്ന് പറഞ്ഞാൽ എനിക്കൊരു തന്നെ അറിയാം, 3-3.5 വർഷമായിട്ട് അവൻ്റെ പുറകെ പോകുമായിരുന്നു. ഞാൻ തച്ചനായിരുന്നു, പക്ഷെ മനുഷ്യനെ തല്ലിക്കൂട്ടാൻ ഉള്ള ഒരു വിളി എനിക്ക് വന്നു. അവൻ ഒരു ദിവസം എന്നെ വിളിച്ച് ഇവിടെ തൊട്ടോളാൻ പറഞ്ഞു. അവനായി ഉയർത്തെഴുന്നേറ്റായ ക്രിസ്തു എന്ന് എനിക്കറിയാം. അവനെ വിളമ്പാൻ ഞാനിവിടെ വന്നു. തന്മയത്വത്തോട് പറഞ്ഞപ്പം കേട്ടവരെ നല്ലൊരു പങ്ക് അതിൻ്റെ കൂടെ കൂടി. നൂറ്റാണ്ടുകളായിട്ടും നമുക്ക് ആ ഭാഷ തുടരാൻ സാധിക്കുന്നില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഭവനങ്ങളിൽ പോലും ആ വെളിച്ചവും തെളിച്ചവും ജീവനും ചൈതന്യവും നഷ്ടപ്രായമാവുന്ന ഒരു സ്ഥിതിവിശേഷം. ഇവിടെയാണ് നമ്മൾ ഈ പെരുന്നാൾ ആചരിക്കുന്നത്. ഞാനെതിരായി ദൈവസ്ഥലത്ത് നമ്മുടെ ചരിത്ര സംബന്ധിച്ചത് ദൈവമേ 2016 ഞങ്ങളെ വിളിക്ക് അനുസരിച്ച് ഉള്ള ഒരു ദർശനം, അതിനനുസരിച്ചുള്ള സന്ദേശം, അതിനനുസരിച്ച് നിൻ്റെ ഒരു സാമീപ്യം, നിന്നെക്കുറിച്ചുള്ള അറിവ്, നിന്നെ പകരുവാനുള്ള കൽപ്പ് ഞങ്ങൾക്ക് ആർജിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ അത് തുടങ്ങണേ. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ മുഖാമുഖമായി കണ്ട് നിന്റെ കൃപയിൽ നിറഞ്ഞ് ആനന്ദത്തോടെ ഞങ്ങളുടെ നിമിഷങ്ങൾ, പട്ടിണിയാണെങ്കിലും രോഗമാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു ദൈവമായിട്ടുള്ള സംസർഗത്തിൽ ആനന്ദത്തോടെ ചെലവഴിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ വളർന്നു വരുന്ന എനിക്ക് വളരെ സന്തോഷം തോന്നി. മദ്ബഹയിൽ ഞാൻ ഇവിടെ രാവിലെ വരുമ്പം ധാരാളം കുഞ്ഞുങ്ങളാണ് വന്ന് കൈമുത്തിയത്, എല്ലാവരും കുപ്പായിട്ട്. ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തിയതാണ്. അവർക്കൊരു പ്രത്യേക സന്തോഷമുണ്ട്. പക്ഷേ പുറമേയുള്ള മോടി മാത്രമല്ല, അതിനേക്കാൾ മേൽച്ചരമായതുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് അവരെ വളർത്തുമ്പോൾ ഉള്ള ശക്തിയായിട്ട്. ഇവരൊക്കെ മല്ലന്മാരായിട്ടുള്ള സുവിശേഷകരായിട്ട് തീർന്നാൽ മലങ്കര സഭയുടെ സ്ഥിതിയല്ല. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല. ഈ വാക്കുകൾ നിങ്ങൾ പിന്നെയും ശ്രദ്ധിക്കുകയും ഈ പെരുന്നാളിൻ്റെ സന്ദേശം നമ്മെന്ന് മഞ്ഞു പോകാതിരിക്കുവാനായിട്ട് ഉത്സാഹിക്കുക. കല്ലടാവിൽ കടന്നു വന്നതിന് മുമ്പിൽ വലിയ ഉന്നതരായിട്ടുള്ള ബഹുശന്മാർ വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ അവിടുന്നേ ചുമന്ന് കൊണ്ടുവന്ന് അവൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ചതുപോലെ നമ്മെ തന്നെ ദിവസത്തെ സമർപ്പിക്കാനും ഈ കുഞ്ഞുങ്ങൾ കർത്തൃസന്നിധിയിൽ അണഞ്ഞുകൊണ്ട് ഓരോ ദിവസവും പുതുമയുള്ളതായിട്ട്, ശക്തിയുള്ളതായിട്ട്, സന്ദേശം ഏറ്റുവാങ്ങുവാൻ കേൾപ്പുള്ളതായിട്ട്, അനേകർക്ക് വലുതുമൊക്കെ വിളമ്പിക്കൊടുക്കാൻ പ്രാപ്തിയുള്ളവരായിട്ട് തീരുന്നതിന് മുഖാന്തരമാണ് ഈ പെരുന്നാൾ.
അതിന് മാതൃകയാണ് ഈ മലന്മാരായിട്ടുള്ള മാർ ബസേലിയോസ്, മാർ ഗ്രിഗോറിയോസ് എന്ന പിതാക്കന്മാർ. അവരെ നിരന്തരമായിട്ട് നമുക്ക് വേണ്ടി കൈമലർത്തുകയാണ്. അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ, ഞങ്ങളെ ശക്തിയാക്കണമേ, പരിശുദ്ധാത്മാവെ ബലപ്പെടുത്തണമേ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ ശിരസ് നമിച്ച് ദൈവമേ കരുണ ചൊരിയണമെന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം.